Hello friends, അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിനി പ്രൊജക്ടറാണ്. അപ്പോൾ പ്രൊജക്ടർ നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ നടക്കില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വലിയ ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിൽ കുറച്ച് അധികം ഓഡിയൻസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പ്രൊജക്ടറാണ്. പിന്നെ നിങ്ങൾക്കറിയാം, പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു 10,000, 15,000, 15,000, 10,000 മിനിമം ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ സെബ്രോണിക്സിൻ്റെ ഒക്കെ നമുക്ക് 6,000 റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു മിനി പ്രൊജക്ടറാണ്. എന്താ പറയുക, ഒരു 3,500, 3,000 ആ റേഞ്ചിൽ വരുന്നൊരു മിനി പ്രൊജക്ടറാണ്. നിങ്ങൾക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ക്ലാരിറ്റി അത്രയ്ക്ക് പ്രതീക്ഷിക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ക്വാളിറ്റി കിട്ടും. ഒരു വൈറ്റ് സ്ക്രീൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ഓൾറെഡി വൈറ്റ് സ്ക്രീൻ ഇല്ല. അപ്പോൾ നമ്മുടെ റൂമിൽ ഒരു സൈഡിൽ നമുക്ക് വൈറ്റ് പെയിൻ്റ് ഉള്ള സ്ഥലം ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അടിച്ച് കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളത് 2-3 ദിവസമായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് റെസൊല്യൂഷൻ വരുന്നത് 480 പിക്സലുള്ളൂ. അതുപോലെ തന്നെ സപ്പോർട്ടഡ് റെസൊല്യൂഷൻ നമുക്ക് 1080 പിക്സൽ വരെ ഉണ്ട് നമുക്ക്. പിന്നെ ലൈറ്റ് LED വരുന്നുണ്ട്. നമുക്ക് LED ലൈഫ് ടൈം വരുന്നത് 5,000 അവേഴ്സാണ്, 50,000 അവേഴ്സാണ്. ഫോക്കസ് മോഡ് മാനുവലാണ്. നമുക്കൊരു ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പീക്കറിൻ്റെ ഇൻബിൽഡ് സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് HDMI പോർട്ട് വരുന്നുണ്ട്. എന്താ പറയുക, USB പോർട്ട് വരുന്നുണ്ട്. ഈ ഓഡിയോ വീഡിയോ ഇൻപുട്ട് നമുക്ക് ഓൾറെഡി കേബിൾ ഇൻബിൽഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടുതലുണ്ട്. നമുക്ക് ഇതിൽ വേണം കണക്ട് ചെയ്യാം. ഞാൻ ആക്ച്വലി നമ്മളൊരു USB കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇത് സിങ്ക് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ബ്രാൻഡാണ്. പക്ഷേ അതിൻ്റെ ബോക്സ് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. ഇതിന്മേൽ പക്ഷേ പ്രത്യേകിച്ച് ബ്രാൻഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ചൈനീസ് ബ്രാൻഡ്, ഒരു ചൈനീസിൻ്റെ പ്രൊഡക്റ്റ് ബ്രാൻഡ് എടുത്തിട്ട് വിൽക്കുന്നതാണ്. USB 2.4 HDMI AV നമ്മുടെ എന്താ പറയുക ഓക്സ് കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഞാൻ ഉപയോഗിച്ച് നോക്കി, ഞാൻ കാണിച്ചുതരാം. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാണാനും നല്ല ലുക്ക് എനിക്കാണ്. കണ്ടോ, ഇതാണ് സംഭവം വരുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം നമുക്കിവിടെ ഫ്രണ്ട് സ്പീക്കർ വരുന്നുണ്ട്. മുകളിൽ നമുക്കൊരു റൊട്ടേറ്റിംഗ് വീൽ നിങ്ങൾക്ക് കൂടെ കാണാണ്ടിരിക്കുക. അത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഫോക്കസ് ശരിയാക്കാനുള്ളതാണ്. പിന്നെ പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഇത് റീചാർജബിൾ കാര്യങ്ങളൊന്നുമല്ല. നമുക്കൊരു അഡാപ്റ്റർ ഇൻബിൽഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ 15 വോൾട്ട് 2 ആംപിയറിൻ്റെ പവറാണ് വരുന്നുണ്ട് ഇതിന്. പിന്നെ വേറെ എക്സ്ട്രാ പറയാനൊന്നുമില്ല. നമുക്ക് രണ്ട് സൈഡിലും ഹീറ്റ് വെൻ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാണ്ടായിരിക്കും, ഞാൻ അടുത്ത് വരാം. ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു HDMI പോർട്ടും USB കേബിളും കാണുന്നുണ്ട്, USB പോർട്ടും കാണുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കാണുന്നുണ്ടായിരിക്കും. പിന്നെ AV പോർട്ട് കാണുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ബോക്സിൽ വരുന്നത് നമുക്കൊരു ചെറിയ റിമോട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ പേര് കിട്ടുന്നില്ലല്ലോ, AV കേബിൾ, അതന്നെ സംഭവം. AV കേബിൾ നമുക്ക് ഒരു കണക്ഷൻ എത്ര നേരം പറഞ്ഞോളാം, പെട്ടെന്ന് പോയി. അപ്പോൾ ഇത് കിട്ടുന്നുണ്ട് കൂടെ. പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഈ അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ടറിയാം, നമുക്ക് ചൈനീസ് തന്നെയാണ്, മെയ്ഡ് ഇൻ ചൈന. ബാക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, അത്ര തന്നെ ഉള്ളൂ നമുക്ക് ബോക്സിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എൻ്റെ സ്ക്രീനില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക ചുമരുമാക്കിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ ഒരു വീഡിയോ വെച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാനലിൽ വെച്ച് നമ്മൾ Amazon ചെക്ക് കൊടുത്താൽ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. പിന്നെ ഇനി ബോക്സ് എന്തായാലും ഞാൻ കാണിക്കാൻ പറഞ്ഞു. ബോക്സ് ഞാൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ചൈനീസ് പ്രൊഡക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കാത്തത്. ഇതാണ് ബോക്സ് വരുന്നുണ്ട്. ഫ്രണ്ട് വ്യൂ ഇതാണ്, സൈഡ് വ്യൂ ഇതാണ്, ബാക്ക് സൈഡിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. യെല്ലോ ബ്ലാക്ക് കളറാണ് അതിൻ്റെ കളർ വരുന്നത് കേട്ടോ. ഫോക്കസ് ആയും വിചാരിക്കുന്നു. പിന്നെ മുകളിലൊന്നുമില്ല, മുകളിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. പ്രൈസൊക്കെ അവർ എക്സ്ട്രാ ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ചൈനീസ് പ്രോഡക്റ്റിനാണ് അങ്ങനെ ചെയ്യുക അവർ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ബോക്സ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചിരിക്കാം. അപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കർട്ടനമേക്ക് വെച്ചിട്ടുണ്ട്, ഒരു എന്താ പറയുക വൈറ്റ് കർട്ടനമേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സൂം ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇത്ര അകലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. മൂവി ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ, സോഴ്സ്, നമുക്ക് HDMI പോർട്ട് വേണോ, ഏത് പോർട്ടിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത്, അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനൊന്ന് ഔട്ട് ഓഫ് സൂം ചെയ്തിട്ട് ഇനി നമുക്ക് നമ്മുടെ റിമോട്ട് ഞാൻ ഇവിടെ കാണിക്കാം. റിമോട്ടിൽ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ USB നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു USB നമുക്കിവിടെ ഡിറ്റക്ട് ചെയ്ത് കാണാം. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. നമ്മുടെ സ്പീക്കർ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള സ്പീക്കറിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കണം കേട്ടോ.
പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിനെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രൈസിനനുസരിച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് തൽക്കാലം ഉപയോഗിക്കാം. പക്ഷേ സ്ക്രീൻ വേണമെന്ന് മാത്രം. പിന്നെ അതിൻ്റെ സ്ക്രീൻ ഇല്ലാത്ത ഒരു കുഴപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വോളിയം കുറയ്ക്കാം. കണ്ടോ നമുക്കിതിൽ സുഖമായിട്ട് വോളിയം കുറയ്ക്കാം. നമ്മുടെ റിമോട്ട് പക്ഷേ നമ്മുടെ ബോഡിയുമേക്ക് നോക്കി ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ സൗണ്ട് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്ലേ പോസ് ചെയ്യാനുള്ളതുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്, മ്യൂട്ട് ബട്ടൺ ഉണ്ട്, ബാക്ക് ഉണ്ട്, ഹോം ബട്ടൺ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. 3000-1500 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നാം അത്യാവശ്യം നമ്മുടെ പർപ്പസൊക്കെ വർക്കാവും തോന്നുന്നു. എന്താ വെച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ക്രീനിൻ്റെ എത്തിനായിട്ടും കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓവറോൾ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. പിന്നെ സ്ക്രീനായിട്ട് നിങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഡീഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കാണുള്ളൂ. ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ കർട്ടന്മ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കർട്ടൻ അത്രയ്ക്ക് പ്യുവർ ആയിട്ടൊന്നും അല്ല. പിന്നെ എന്താ പറയുക മടക്കും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ള ഡിഫറൻസ് കാണും. പിന്നെ ക്ലാരിറ്റി നിങ്ങൾ ഭയങ്കര സൂപ്പർ ക്ലാരിറ്റി ഒന്നും വിചാരിക്കരുത്. പക്ഷേ നമുക്ക് കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം സംഭവങ്ങളൊക്കെ കാണാം. ഫുട്ബോൾ അതുപോലെ കളിയും കാര്യങ്ങളൊക്കെ കാണാം. അത്യാവശ്യം വലിയ ബിഗ് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കൊരു 65 ഇഞ്ച് വരെയൊക്കെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ നമുക്കൊരു ഇഫക്റ്റ് നമുക്ക് ഇതിൽ കിട്ടും. അത്യാവശ്യം റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഒരു റൂമിൻ്റെ അറ്റം വരെ നമുക്ക് ഇതിൻ്റെ പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. മുകളിൽ അതിൽ സിങ്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് ചൈനീസ് തന്നെയാണ്, ഉറപ്പ് തന്നെയാണ്. മെയ്ഡ് ഇൻ ചൈന വരുന്നത്. ബാക്ക് ചെയ്തിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന. പിന്നെ നമുക്ക് എല്ലാ കണക്ഷൻ പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. HDMI ആയാലും അതുപോലെ തന്നെ USB ആയാലും AV പോർട്ടായാലും എല്ലാം നമുക്ക് അതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ വേണ്ടി ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. പിന്നെ അടുത്തില്ലാണ്.